ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മിഡ് ടേം എക്സാമൊക്കെ അടുത്ത് വരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മിഡ് ടേം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാനായിട്ട് പോകുന്നത്. മിഡ് ടേം എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊരു 5 വീഡിയോസായിട്ടായിരിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. മിഡ് ടേമിന് മിക്ക സ്കൂളുകളിലും പറഞ്ഞിരിക്കുന്ന ആ ഒരു ചാപ്റ്ററാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 ചാപ്റ്ററുകളാണ് വരുന്നത്. ഫസ്റ്റ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററും വരുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ചില ചോദ്യങ്ങൾ, ഞാൻ ഈ ചോദ്യങ്ങൾ എടുത്തിരിക്കുന്നതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. അതായത് സമ്മേറ്റീവ് അസസ്മെൻറ്റുകൾ കഴിഞ്ഞ 2026 മാർച്ച് മാസത്തെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങൾ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, അതിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 ചാപ്റ്ററിൻ്റെയും ക്ലബ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളും നമുക്ക് ഈ ഒരു സീരീസിൽ പല ചോദ്യങ്ങളിലും കാണാം. ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് തന്നെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്, 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ദി നെക്സ്റ്റ് നമ്പർ ഓഫ് ദി പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ സീക്വൻസ് 149? അതായത് 149 എന്ന് പറയുന്ന സീക്വൻസ് എന്തിൻ്റെ സീക്വൻസ് ആണ്? സ്ക്വയറുകളുടെ സീക്വൻസ് ആണ്. അതായത് 1 സ്ക്വയർ എന്ന് പറയുന്നതാണ് 1 ആണ്, 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്, 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്, 4 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന നെക്സ്റ്റ് നമ്പറാണ്. ഓപ്ഷൻസ് തന്നിട്ടുമുണ്ട്. ഓപ്ഷൻസ് നമുക്ക് പിക്ക് ചെയ്യാം. എന്താണ്? 16 ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. 16 ആണ്. 4 സ്ക്വയർ 16 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദി സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വെയർ ഈച്ച് ടേം ലീവ്സ് എ റിമൈൻഡർ 4 ഓൺ ഡിവിഷൻ ബൈ 6. ഈസ് ദിസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്? വൈ? അതായത് ചോദിച്ചിരിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സ്, അതായത് എണ്ണൽ സംഖ്യകളാണ് ഉദ്ദേശിക്കുന്നത്. എണ്ണൽ സംഖ്യകളിൽ 6 വെച്ച് ഹരിക്കുമ്പോൾ, 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 റിമൈൻഡർ വരുന്ന നമ്പേഴ്സിൻ്റെ സീക്വൻസ് ഒന്ന് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ എഴുതി വരുമ്പോൾ അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് കൂടി ചെക്ക് ചെയ്യണം. 3 മാർക്കിനോ 2 മാർക്കിനോ മറ്റോ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണത് ചെയ്യുന്നതെന്ന്. ഇതിൽ ആദ്യത്തെ നമ്പർ ആരായിരിക്കും? റിമൈൻഡർ 4 വരുന്ന ആദ്യത്തെ നാച്ചുറൽ നമ്പർ ആരായിരിക്കും? 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നിസ്സംശയം പറയാം അത് 4 ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതായത് ഒരു ചെറിയ സംഖ്യയെ അതിനേക്കാട്ടിലും വലിയൊരു സംഖ്യ കൊണ്ട് ഹരിക്കുന്ന സമയത്ത് ആ ചെറിയ നമ്പർ തന്നെയാണ് ശിഷ്ടമായിട്ട് വരുന്നത്. ചെറിയ നമ്പർ തന്നെയാണ് എന്തായിട്ട് വരുന്നത്? റിമൈൻഡറായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ 4 എന്ന് പറയുന്നത് 4നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്? ഇവിടെ 4 തന്നെയാണ് അവിടെ റിമൈൻഡറായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. അതിനുശേഷം പിന്നീട് വന്നിട്ട് നമുക്ക് ചുമ്മാ ചെയ്തു നോക്കാം. 5നെ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്? 5 ആണ് റിമൈൻഡർ വരുന്നത്. 6നെ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ആണ് റിമൈൻഡർ വരുന്നത്. വീണ്ടും 7നെ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ് റിമൈൻഡർ വരുന്നത്. അങ്ങനെ നോക്കി പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അടുത്ത നമ്പർ 10 ആണ്. അതായത് ഇവിടെ ഈ ശരിക്കും വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് 6 ആണ്. നമ്മൾ ഈ സീക്വൻസ് ഇങ്ങനെ എഴുതി പോകുമ്പോൾ നമുക്ക് അടുത്ത നമ്പർ കിട്ടുന്നത് 16 ആണ് വരുന്നത്. നോക്കിക്കേ, ഇവിടെ 6 വീതം കൂടിയല്ലേ പോകുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, ഇത് ഒരു കോമൺ നമ്പറാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ആഡ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. സോ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ നമ്മൾ 13 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തതെന്ന് വിചാരിക്കാം. 13 എന്ന് പറയുന്ന നമ്പർ എടുത്ത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് റിമൈൻഡർ വരുന്നതെന്ന് പറയുന്നത്? 1 ആണ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ റിമൈൻഡർ വരുന്നതെന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. അപ്പോൾ 4 വരുന്ന കേസ് എന്ന് പറയുന്നത് 4, 10, 16 തുടങ്ങിയിട്ടുള്ള ഈ ഒരു സീക്വൻസിലായിരിക്കും വരുന്നുണ്ടാവുക. ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദി സീക്വൻസ് ഓഫ് റിമൈൻഡേഴ്സ് ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് ഓഡ് നമ്പേഴ്സ് ബൈ 10. ഈസ് ദിസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്? വൈ? അതായത് ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകളെ 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിമൈൻഡേഴ്സ് കിട്ടുന്ന ആ ഒരു സീക്വൻസ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ എഴുതുന്ന സമയത്ത് അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നുകൂടി നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഓഡ് നമ്പേഴ്സ് നമുക്കറിയാം. 1നെ 10 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതേ ലോജിക്ക് തന്നെയാണ്. ഒരു ചെറിയ സംഖ്യേനെ അതിനേക്കാട്ടിലും വലിയൊരു സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ നമ്പർ തന്നെയായിരിക്കും എന്ത്? ശിഷ്ടമായിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ഓഡ് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. 1നെ നമ്മൾ 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 തന്നെയാണ് റിമൈൻഡർ വരിക. രണ്ടാമത്തെ ഓഡ് നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. 3നെ 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എഗെയിൻ 3 ആണ് ശിഷ്ടം വരിക. 5നെ 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ആണ് ശിഷ്ടം വരുന്നത്. 7നെ 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 ആണ് ശിഷ്ടം വരുന്നത്. 9നെ 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ആണ് ശിഷ്ടം വരുന്നത്.
ദെൻ 10 വരുമ്പോൾ എന്താണ്, 10 എടുക്കാൻ പറ്റത്തില്ല, ഈവൻ നമ്പർ ആണല്ലോ. അടുത്ത 11 എടുക്കുമ്പോൾ എത്രയാണ് റിമൈൻഡർ വരുന്നത്? 11 ഡിവൈഡ് ബൈ 10 ചെയ്ത് നോക്കുക, എത്രയാണ് വരുന്നത്? ഒരു പ്രാവശ്യം പോവും, 10 ക്യാരി 1 വന്നു. എഗെയിൻ റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് 13 ആണ്. 13 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് റിമൈൻഡർ വരുന്നതെന്ന് പറയുന്നത് 3 ആണ് റിമൈൻഡർ വരുന്നത്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഇവിടം വരെ കറക്റ്റായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? 9 കഴിഞ്ഞ് അടുത്ത് വരുന്ന ടേം എന്ന് പറയുന്നത് ആരാണ്? 1 ആണ്. വീണ്ടും 3 വരും. എഗെയിൻ ഈ സീരീസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. സോ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഇതിലൊരു കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇവിടെ വരെ ഓക്കെ ആണ് കേട്ടോ. ഈ 9 വരെ കോമൺ ഡിഫറൻസ് ഉണ്ട്, ഇല്ല എന്നല്ല പറയണേ. പക്ഷേ മൊത്തം ടേമുകളും എന്താണ്, ഈ ഒരു കോമൺ ഡിഫറൻസിൻ്റെ ക്രൈറ്റീരിയ ഒബേ ചെയ്താൽ മാത്രമേ എന്താകുള്ളൂ, അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് മാറത്തുള്ളൂ. സോ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4, 23, 32. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. നമുക്കറിയാം അരിത്തമെറ്റിക് സീക്വൻസ്, ഇതിൻ്റെ ഫസ്റ്റ് ടേം ആരാണ്? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് a = 14 ആണ്. ഫസ്റ്റ് ടേം നമ്മൾ a വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ കോമൺ ഡിഫറൻസ് d വെച്ച് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 9 ആണ് വരുന്നത്. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ടേംസ് ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ് ബി 108. ഏതെങ്കിലും ഈ തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും 2 അരിത്തമെറ്റിക് സീക്വൻസുകൾ, ഏതെങ്കിലും ഒരു 2 എലമെൻറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് 108 ആകാൻ സാധിക്കുമോ? ഏതെങ്കിലും 2 ടേമുകൾ, അടുത്തടുത്ത ടേമുകളല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ഒരു സീക്വൻസിലെ ഏതെങ്കിലും 2 ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 108 ആകാനായിട്ട് പറ്റുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, ഈ ഡിഫറൻസ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അതിനെ നമ്മളുടെ കോമൺ ഡിഫറൻസ് വെച്ചിട്ട് ഹരിച്ചു നോക്കുക. കോമൺ ഡിഫറൻസ് വെച്ചിട്ട് ഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? 108നെ 9 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 12 എന്ന് പറയുന്ന ഒരു ഹോൾ നമ്പർ കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 108 എന്ന് പറയുന്നത് ഈ ഒരു സീക്വൻസിലെ 2 എലമെൻറ്റുകൾ, 2 ടേമുകളുടെ ഡിഫറൻസ് ആകാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം എത്രയോ പ്രാവശ്യം എന്താണ് ഇത് ആഡ് ചെയ്ത് 12 ഡിസ്റ്റൻസ് വരുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ഏതോ ഒരു ടേമിനോട് എന്ത് ചെയ്യാണ് 12 പ്രാവശ്യം നമ്മൾ 9 കൂട്ടി പോകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 108 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിഫറൻസ് എന്താണ്? പോസിബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്, കറക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. കോമൺ ഡിഫറൻസുമായിട്ട് കറക്റ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് പോസിബിൾ ആണ് എന്നാണ് അർത്ഥം. ദെൻ അടുത്ത് നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ ഈ ഒരു സെയിം ഇതിൻ്റെ സബ് ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻഡ് ദി 15th ടേം ഓഫ് ദിസ് സീക്വൻസ്. 15th ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. 15th ടേം എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ? നമ്മൾ ആദ്യത്തെ ടേമായിട്ടുള്ള 14നോട് എത്രയാണ്, വീണ്ടും 14 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 15th ടേമായിട്ടുള്ള x15 കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ആദ്യത്തെ ടേം 14 എന്നറിയാം. 14 + 14 × 9. ഓക്കെ, 14 × 9 എത്രയാണ്? 126 ആണ്. സോ 14 + 126 140 ആണ് എത്രയെന്ന് പറയുന്നത്? 15ാമത്തെ ടേം എന്ന് പറയുന്നത്. സോ x15 എന്ന് പറയുന്നത് എത്രയാണ്? 140 ആണെന്ന് ഓർത്തിരിക്കാം. ദെൻ ഇതിൻ്റെ തന്നെ സബ് ക്വസ്റ്റ്യനാണ് അടുത്ത ക്വസ്റ്റ്യനും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സീക്വൻസ് ഞാൻ ഒന്നും കൂടി എടുത്ത് എഴുതിയേക്കാം. സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് സീക്വൻസ് ഒന്നും കൂടി എടുത്ത് എഴുതിയേക്കാം. സീക്വൻസ് എന്ന് പറയുന്നത് 14, 23, 32 ഇങ്ങനെയാണ് സീക്വൻസ് മുമ്പോട്ട് പോകുന്നത്. വാട്ട് ഈസ് ദി പൊസിഷൻ ഓഫ് 230 ഇൻ ദ സീക്വൻസ്? അപ്പോൾ 230 എന്ന് പറയുന്നത് ഒരു മെമ്പർ ആണെന്ന് മനസ്സിലായി. 230 എന്ന് പറയുന്നത് ഒരു ടേം ആണെന്ന് മനസ്സിലായി. അത് എത്രാമത്തെ ടേമാണ്, അതായത് അതിൻ്റെ പൊസിഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇതുപോലുള്ള സിമിലർ പ്രോബ്ലംസ് നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ 230 എത്രാമത്തെ ടേമാണെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട എളുപ്പവഴി എന്താണ്? ഏതാണോ നമ്മളുടെ ആ ഒരു ടേം, അതിൽ നിന്ന് നമ്മളുടെ ഫസ്റ്റ് ടേം ആയിട്ടുള്ള ആരെ കുറയ്ക്കുക? 14നെ കുറയ്ക്കാം. ഓക്കെ, 14നെ കുറച്ചതിന് ശേഷം കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 9 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ 230 എന്ന് പറയുന്ന ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുക, അതിനുശേഷം അതിനെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള d എന്ന് പറയുന്നത് 9 ആണല്ലോ, ഈ 9 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം നമുക്ക് എത്ര ഉത്തരം വരും? 216 ഡിവൈഡഡ് ബൈ 9 എന്ന് ഉത്തരം വരും. അതായത് 24 എന്ന് വരും. ഈ 24നോട് എന്ത് ചെയ്യണം? 1 പ്ലസ് ചെയ്യണം. അതായത് 24 + 1 കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് 25 എന്ന് കിട്ടും. അതായത് 25th ടേമാണ് ആരെന്ന് പറയുന്നത്? 230 എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ?
അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് മുമ്പോട്ടുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.